ഹലോ ഹായ്, ഞാനിതാ വീണ്ടും നമ്മുടെ ചക്കു കുഞ്ഞുസുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. പുറത്തൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ രാത്രി ഇതാ 9 മണിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നല്ല വിശക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കടയായ കേരളത്തിൻ്റെ തനിമയൊന്നും നമ്മുടെ സ്വന്തം കടയായ സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന നമ്മുടെ കടയായ പ്രേമാസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമാസിലേക്ക് പോകുന്ന വഴിയാണിത്. പലതവണയും പ്രേമാസിൻ്റെ ഭക്ഷണം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര പാട്ട് കേട്ടോ, സൂപ്പർ പാട്ട്. ആ പാട്ട് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ്. പക്ഷേ അവരുടെ പാട്ട് ഇതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പ്രേമാസിലെത്തിക്കഴിഞ്ഞു. നോൺ വെജും ഇവിടെ കിട്ടും. കേരള റെസ്റ്റോറൻ്റാണ്. നോൺ വെജ്, വെജിറ്റേറിയൻ ഫുഡ് എല്ലാത്തരം നല്ല ഭക്ഷണം കിട്ടുന്ന കടയാണ്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക്, ഈ വീടല്ല, ഈ കടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെന്ന സന്തോഷമാണ്. കാരണം എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. മലയാള തനിമയോടുന്നത് നമ്മുടെ സ്വന്തം കടയാണിത്. ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഓടി രക്ഷപ്പെടും കേട്ടോ. പക്ഷെ നമ്മുടെ ബിനീഷേട്ടന് ഞാൻ പോയി പിടികൂടി. ബിനീഷേട്ടൻ പാവം അറിഞ്ഞില്ല. ഞാൻ ബാക്കിൽ കൂടെ ചെന്ന് ചേട്ടോ എന്ന് വിളിച്ചിരുന്നേ. ചേട്ടൻ തിരിഞ്ഞ് നോക്കി. ഈ ചേട്ടൻ സർപ്രൈസ് ആയിപ്പോയി. ചേട്ടൻ നാട്ടിൽ പോയിരുന്നേ കേട്ടോ. പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴത്തേന് സർപ്രൈസ് ആയിപ്പോയി. ചേട്ടനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. ചേട്ടനാണ് അവിടുത്തെ മെയിൻ കുക്ക്. സൂപ്പറായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ്. നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത മട്ടൻ ബിരിയാണി എത്തിക്കഴിഞ്ഞു, പായസം എത്തി, സാലഡ് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാൽ മാത്രം മതി. പക്ഷേ ഒരു രക്ഷയില്ല, ചൂട് കാരണം വായിലേക്ക് വെക്കാൻ വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, തണുത്തിരിക്കുന്ന പായസം അങ്ങോട്ട് കുടിക്കുക. അപ്പോൾ പായസം ഇരുന്ന് കുടിക്കുകയാണ്. ഇനിയിപ്പം വെയിറ്റ് ചെയ്തിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതൊന്ന് തണുത്തിട്ട് വേണം ഈ ബിരിയാണി അങ്ങോട്ട് വയറ്റിലോട്ട് പറഞ്ഞു വിടാം. എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് ഇവിടുത്തെ കേട്ടോ. മട്ടൻ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും ബീഫായാലും എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അവിടുത്തെ എരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ വളരെ കുറച്ച് എരി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ചെന്നിരിക്കുമ്പോൾ മിക്കവാറും നമ്മൾ മൂക്കൊക്കെ ഒലിച്ച് വായി കൂടെയൊക്കെ കണ്ണുമൊക്കെ നിറഞ്ഞൊഴുകിയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. കാരണം അത്രയ്ക്ക് നല്ല എരിയായിരിക്കും മിക്ക സമയം ഫുഡിന്. അപ്പം ഞാൻ എപ്പോഴൊക്കെ ബിനീഷേട്ടൻ്റെ അടുത്ത് എന്ന് പറയാം, എൻ്റെ ചേട്ടാ ഇത് എരി ഒന്ന് കുറച്ചുകൂട്ടി ചേട്ടാ, എന്തിനാണ് ചേട്ടാ ഇത്ര എരി ഇടുന്നതെന്നൊക്കെ ചോദിക്കും. പാവം അങ്ങനെയൊക്കെ പറഞ്ഞാലും എരി കഴിക്കുന്ന ഒരുപാടേറെ ആൾക്കാരെ കടയിലേക്ക് വരുന്നില്ല. അപ്പം ഞങ്ങളെ മാത്രം നോക്കി പോരല്ലോ അവർക്ക്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ല കേട്ടോ അവിടുത്തെ ഫുഡ്. നമ്മൾ മിക്കവാറും ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ കടയിൽ വന്നാണ് ഭക്ഷണം കഴിക്കുക. നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടുത്തെ. പിന്നെ ഇച്ചിരി ഒതുങ്ങിയ കടയായതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടുള്ള എല്ലാവർക്കും വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണിത്. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു കോഫിയും കൂടെ കുടിക്കണം. കോഫി ഇതെത്തിക്കഴിഞ്ഞു. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ കുടിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഫി എത്തി. ഇനി കോഫിയും ചൂടാണ്. അപ്പോൾ അതൊക്കെ ഉതിയായിട്ട് ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ബില്ല് അടയ്ക്കാനായിട്ട് വന്നു. ഇപ്പോൾ ഇവന് ബില്ലടയ്ക്കാൻ വന്നപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ ഭയങ്കര നാണം. ഇവൻ കയറി ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവനാണ് എനിക്കാണെന്നോ, ഞാൻ എന്ത് പറയാനാണ് ഇവരോട്. അല്ല, അവൻ നാണിച്ചൊളിച്ചിരിക്കുക കയറി അവൻ്റെ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട്. പിന്നെ നമ്മുടെ കേരള തനിമയാവുന്ന തൃശ്ശൂർ പൂരവും കഥകളിയും അങ്ങനെയെല്ലാം അവിടെ ഒരു ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. അദ്ദേഹത്തിൻ്റെ എളിമയാവാം കട ഇത്രയധികം ഉയരങ്ങളിലേക്ക് എത്താൻ കാരണമായിരിക്കുന്നത്. ഇനിയും ഒരുപാടേറെ ഉയരങ്ങളിലെത്തട്ടെ കട. നല്ല ഭക്ഷണം കിട്ടാൻ സിംഗപ്പൂർ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു കട കൂടിയാണ് പ്രേമാസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.